നമ്മൾ ഇന്ന് സ്കൂൾ സൈക്കോളജി ആണ് എടുക്കുന്നത്. എന്നാൽ നമ്മൾ സ്കൂൾ സൈക്കോളജിയുടെ ഒരു ആമുഖം പറഞ്ഞിരുന്നു. എന്താണ് സ്കൂൾ സൈക്കോളജി? സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ അടുത്ത കാലത്തായിട്ട് വളരെ പ്രാമുഖ്യം കൊടുത്തിട്ട് മുൻഗണന കൊടുത്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സ്കൂൾ സൈക്കോളജി. ഇതിനു മുമ്പ് നമ്മൾ പല സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എഡ്യൂക്കേഷനെ, വിദ്യാഭ്യാസത്തെ മുൻനിർത്തി അതിനെ എങ്ങനെ നന്നാക്കാം, വിദ്യാഭ്യാസത്തിന് ഏതൊക്കെ രീതിയിൽ സൈക്കോളജിക്കലായിട്ടുള്ള സംഗതികൾ ഇമ്പാക്ട് ചെയ്ത് അതിൻ്റെ തിയറി റൂൾസ് ഒക്കെ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാം. അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്ന അതല്ല. സ്കൂൾ സൈക്കോളജിയുടെ സ്കൂളിൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അത് എങ്ങനെ കൈകാര്യം ചെയ്യാം, എല്ലാം കൂടി ഉൾപ്പെട്ടത് 1 by 1 ആയിട്ടുള്ളതല്ല. അത് വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, അതിനകത്തുള്ള ഇഷ്യൂസിനെ, അതിനകത്തുള്ള പ്രശ്നങ്ങളെ നമ്മൾ പരിഹാരം കാണുക. അതിന് ഏതൊക്കെ രീതിയിൽ ഒരു സൈക്കോളജിസ്റ്റിന്, സ്കൂൾ സൈക്കോളജിസ്റ്റിന് സഹായിക്കാൻ സാധിക്കും. അപ്പോൾ സംശയമല്ല, എന്താണ് സ്കൂൾ സൈക്കോളജിസ്റ്റ്, എന്താണ് സൈക്കോളജിസ്റ്റ്, എന്താണ് കൗൺസിലേഴ്സ്? ഇതിൻ്റെ എല്ലാവരുടെയും പ്രവൃത്തി മണ്ഡലം വേറെയാണ്. ഇത് സ്കൂൾ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഇഷ്യൂ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക, ആ പ്രശ്നങ്ങളിൽ അവരുമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മാറ്റം വരുത്തുക. ഇവരെ സൈക്കോളജിസ്റ്റിനെയും കൗൺസിലേഴ്സിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഈ വിദ്യാഭ്യാസ രംഗത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നത്തെ മാറ്റി നിർത്തി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്കൂൾ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആകെ നോക്കുകയാണെങ്കിൽ കുറേ കാലഘട്ടങ്ങളിലായിട്ട്, കുറേ സമയങ്ങളിലായിട്ട്, അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കുട്ടികളുടെ ഇടയ്ക്കുള്ളതായ ആത്മഹത്യാ പ്രവണത വളരെ കൂടുന്നു. രണ്ടാമത്തെ കാര്യം, സ്കൂളിൽ നിന്ന് വിട്ടുപോവുക, പഠനം പൂർത്തിയാക്കാതെ സ്കൂളിൽ നിന്ന് വിട്ടുപോവുക, അങ്ങനെയുള്ള കുട്ടികളുണ്ടാകും. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് അവരനുഭവിക്കുന്ന സ്ട്രെസ്സ്, ടെൻഷന്, അങ്ങനെയുള്ളത്, കാരണം കൂടുതൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ അവരുടെ മുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ അടിച്ചേൽപ്പിക്കുക, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന ജോലികളെക്കുറിച്ച് കൊണ്ട് പ്രഷർ അനുഭവപ്പെടുക. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാകുന്നതായ മാനസികമായ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു പദ്ധതി, ഇങ്ങനെയൊരു ഫീൽഡ് സൈക്കോളജിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇന്ത്യയിൽ ഈ അടുത്ത സമയത്തായിട്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ സർവശിക്ഷാ അഭിയാൻ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി, അല്ല അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പഠിക്കാനും അതിന് പരിഹാരം കാണുവാനുമായിട്ടുള്ള ഒരു പദ്ധതി ഗവൺമെൻറ് തയ്യാറാക്കുന്നു. പിന്നെ ഉണ്ടായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ, പഠന അവകാശം. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ മൗലികമായ അവകാശമായി കണ്ട് അവനെ പഠിക്കണം, നിർബന്ധമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം എന്നുള്ള നിയമമാണ്. ഈ 2 കാര്യങ്ങൾ ഇതിനേക്ക് കൂടുതൽ ഒരു ഉൾക്കാഴ്ച കൊടുത്തു. ഇപ്പോൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ കൂടുതൽ എക്സ്പെക്റ്റേഷൻ, കാരണം ഇവരുടെ ഒരു റോൾ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ഈ ക്ലാരിറ്റി ഓഫ് വർക്ക്, അതായത് ഇന്ന ഏരിയയിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി അവർക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ കൂടുതൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് ഇവരാണെല്ലാം ചെയ്യേണ്ടത്, പാരൻസ് ഇവരാണെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട് ഇവർ നോക്കണം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഉണ്ടാകും. അത് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇവരുടെ ജോബ് ഏരിയ ഏത് രീതിയിലാണ്, ഒരു പ്രവർത്തന മേഖല, അതിനെ വ്യക്തമായ ഒരു അതിർ വരമ്പുകൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ അവർ നേരിടുന്ന, സ്കൂൾ സൈക്കോളജിയിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ സ്കൂൾ സൈക്കോളജിയെ സംബന്ധിച്ച് സ്കൂൾ സൈക്കോളജി എന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ ബേസ്ഡ്, ഒരു കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള ഓവറോൾ ഒരു ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന മേഖലയാണ്. അതിനകത്ത് പ്രിവെൻഷൻ ഉണ്ട്, എന്തെങ്കിലും വരിക പ്രിവെൻറ്റ് ചെയ്യുക, വരാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ഉണ്ടാകുക, എഡ്യൂക്കേഷൻ ഇൻക്ലൂഷൻ ഉണ്ടാകുക, എല്ലാവരും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രവർത്തന
മേഖല രീതിയാണ് ഇവരുടെ ജോബിനെ കുറിച്ച് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണത്തിന് നിർബന്ധം? ഇത് ആരെയാണ് ബേസ് ചെയ്യുന്നത്, ആരെയാണ് ഇത് നോക്കുന്നത്, അല്ലെങ്കിൽ ആരെ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട്? ഇത് എല്ലാ ലേണേഴ്സിനെയും, കുട്ടികൾ, അഡൽട്ട്, അഡോളസൻസ്, കോളേജ് കുട്ടികളെ, ഹയർ സെക്കൻഡറി കുട്ടികളെ, പിന്നെ ഓവറോൾ ആരൊക്കെ പഠിക്കുന്നു അവരുടെയൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ വേണ്ടുന്ന ഒരു ഫീൽഡാണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് നമ്മൾ ഒരിക്കൽ കൂടെ എടുത്തു, എന്തുകൊണ്ട് ഇത് ഇപ്പം പ്രാധാന്യം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 30% ഇന്ത്യയിലെ ജനങ്ങൾ 14 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പം അവരുടെ ഇഷ്യൂസ് ഭയങ്കരമാണ്, അവരുടെ പ്രശ്നങ്ങൾ കൂടുതലാണ്, വിദ്യാഭ്യാസപരമായിട്ട് അവർ അനുഭവിക്കുന്ന സ്ട്രെസ് കൂടുതലാണ്. അപ്പം അത് ഒരു കാരണം. രണ്ടാമത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. ഒരു മോറൽ വാല്യൂ കൂടാതെ, മോറൽ വാല്യൂ മാത്രമല്ല, കൂടാതെ വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂ, അതിൻ്റെ വില, എന്തിനു പഠിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കുന്നു. പിന്നെ ഇഷ്യൂസ് കൂടുക, ഇവർ തമ്മിലുള്ള ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾ പരസ്പരമുള്ള പ്രശ്നങ്ങൾ, കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം, എങ്ങനെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ള പ്രശ്നം, പിന്നെ അച്ഛനും അമ്മയ്ക്കും ജോലിയാകുമ്പോഴത്തേക്ക് കുട്ടികൾ ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നൽ, പിന്നെ കുട്ടികളുടെ ഇടയ്ക്കുള്ള പിയർ ഗ്രൂപ്പ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻ്റ്, ഇത്രയും മുൻഗണന നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കൂൾ സൈക്കോളജി ഡെവലപ്പ് ചെയ്തത്. സ്കൂൾ സൈക്കോളജിയിൽ നമ്മൾ നോക്കുന്നത് ഇഷ്യൂസ്, ഇത് എന്തൊക്കെയാണ് ഈ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ്. ഡെവലപ്മെൻ്റൽ ഇഷ്യൂസിന് മെയിനായിട്ട് നമ്മൾ നേച്ചർ ആൻഡ് നർച്ചർ ഇഷ്യൂ. നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതിയും, ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്ററി എന്ന് പറയുന്നത് ജന്മപരമായുള്ള വാസനകൾ, ജന്മപരമായിട്ടുള്ള കാര്യങ്ങൾ, പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് വരുന്നത്, ക്രോമോസോം വഴി ഡി എൻ എയുടെ ഇത് വഴിയാണ് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വളർച്ച, സൈഗോട്ട് ഫോം ചെയ്യുന്നത് മുതൽ ആ കുട്ടികളുടെ വളർച്ചയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് നർച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഹെറിഡിറ്ററി ഫാക്ടർ. നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി, നമ്മൾ ജീവിക്കുന്ന പ്രകൃതി, ഈ എൻവയോൺമെന്റ്, ഈ സൊസൈറ്റി, പിയർ ഗ്രൂപ്പ്സ്, സ്കൂൾ, എല്ലാം, അച്ഛൻ, അമ്മ, വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര്, എല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് നേച്ചർ. കൂടാതെ പ്രകൃതി, ചുറ്റുപാടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച്. അപ്പം ആദ്യത്തെ ഇഷ്യൂ നമ്മൾ നേച്ചർ വേഴ്സസ് നേച്ചർ. പിന്നെ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ആണ്. ഒന്ന് നമ്മൾ ഏജ് വൈസ്, അത് 1 വയസ്സ് മുതൽ കുട്ടികൾ വളർന്നു വരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഭാഗങ്ങൾ ഓരോ സമയത്തും വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള വളർച്ചകൾ. മറ്റിടത്ത് ഡിസ്കണ്ടിന്യൂസ്, എമോഷണൽ പരം, വൈകാരികപരമായിട്ട് അങ്ങനെയല്ല. അത് ഓരോ വ്യക്തികളിലും ഓരോ രീതിയിലായിരിക്കും. സാമൂഹികപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പം ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, ഒരു കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആകാം, ഡിസ്കണ്ടിന്യൂസ് ആകാം. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു നേച്ചർ വേഴ്സസ് നർച്ചർ. ഒന്ന് പാരമ്പര്യവും, പിന്നെ എൻവയോൺമെന്റും, ചുറ്റുപാടുകളും. രണ്ടാമത്തെ ഇവരുടെ വളർച്ച എന്ന് പറയുന്നത്, കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ക്രമപരമായി ഓരോ ഏരിയയിൽ നിന്ന് വ്യക്തപരമായി. കാരണം 1 വയസ്സ് കുട്ടി ഇത്ര വേണം, 2 വയസ്സ് കുട്ടി ഇത്ര വേണം, 5 വയസ്സ് കുട്ടി ഇത്ര വളരണം, വിദ്യാഭ്യാസപരമായിട്ട് ഇത്ര വേണം, അവരുടെ ഹെൽത്ത് വൈസ് ഇത്ര വേണം, അവരുടെ ചിന്താഗതികൾ ഇത്ര വേണം. ദാറ്റ് ഇസ് കോൾഡ് ദ കണ്ടിന്യൂസ്. ഡിസ്കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇമോഷണൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുക, കണ്ടിന്യൂസ് ആയിരിക്കുകയല്ല, സാഹചര്യങ്ങളനുസരിച്ച് അത് മാറുന്നതായിരിക്കാം. ഒരു കുട്ടി വളരുന്ന സാഹചര്യങ്ങളനുസരിച്ച് അവൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരെ വൈകാരികമായ വ്യത്യാസങ്ങൾ. ദാറ്റ് ഇസ് കോൾഡ് ഡിസ്കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്. പിന്നെ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ചേഞ്ചസ്. സ്റ്റെബിലിറ്റി ഓരോ കാലത്ത് സ്റ്റേബിൾ ആയിരിക്കും, ചേഞ്ചസ് സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന സംഗതികളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മാനസികമായിട്ടുണ്ടാകുന്നത് സ്റ്റേബിൾ ആയിരിക്കുന്നില്ല. അപ്പം വളർച്ച എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ചേഞ്ചസ് ആണ്. ഓരോ ഏജിലും ഓരോ രീതിയിൽ വളർന്നു വരണം. അതാണ് സ്റ്റെബിലിറ്റി ചേഞ്ചസ് എന്ന് പറയുന്നത്. സാധാരണഗതി നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ ഭൂമിയിലേക്ക് വരുന്നു, ബർത്ത്, ഡെലിവറി, ആ സമയം മുതലാണ് നടക്കുന്നത്. അപ്പം ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കുട്ടി ജനിച്ചത് മുതൽ മരിക്കുന്നതും വരെ അവനിലുണ്ടാകുന്ന ശാരീരിക മാനസികമായുള്ള പഠനമാണ്. അപ്പോൾ സൈക്കോളജി ആയതുകൊണ്ട് മാനസികമായ വളർച്ച. ഒരു കുട്ടി ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഒന്ന് ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്പാൻ, ഒരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ സ്പാൻ എന്ന് പറയുന്നത് 3 ഘട്ടമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരാളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 3 ഘട്ടമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് 0 to 21. ഇന്നലെ പറഞ്ഞാലും ഈ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 0 to 21. 21 വയസ്സ് മുതൽ പിന്നെ 60 വയസ്സ് വരെ, പിന്നെ 60 വയസ്സിന് മുകളിൽ 3 സ്റ്റേജായിട്ട് തിരിച്ചിരിക്കും. ഇപ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് നോക്കാം. പണ്ട് നമ്മൾ പറയുമായിരുന്നു, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നാമകരണം ചെയ്യണം, അതിന് വിദ്യാഭ്യാസം കൊടുക്കണം, അതിന് വിവാഹം ചെയ്യണം. ഇപ്പോൾ ഒരാളുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് പറയുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സൈക്കോളജി പറഞ്ഞിട്ടുള്ള ആദ്യം അതിന് ജനിച്ചു കഴിഞ്ഞാൽ നാമകരണ പ്രക്രിയയാണ്. 28 ദിവസം കൂടുമ്പം അതിന് ചട കിട്ടുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ ആ കുട്ടിയെ പേര് വിളിക്കുന്നു. എല്ലാ സമുദായത്തിലും ഇതുണ്ട്. എല്ലാ സമുദായത്തിലും ഈ പേരിടിയിൽ കർമ്മം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. എന്നുവെച്ചാൽ ആ കുട്ടിയെ പേര് വിളിച്ച് നീ ഈ ഭൂമിയിലേക്ക് വന്നു, നിന്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന് പറയുന്നതാണ് നാമകരണം എന്ന് പറയുന്നത്. അത് പല ആചാരങ്ങളോട് കൂടിയുണ്ട്. അപ്പം കുട്ടി ജനിച്ചു വരുന്നു, ഫസ്റ്റ് സ്റ്റേജ് ഇൻഫൻസി സ്റ്റേജ്. 1 വയസ്സ് വരെ കുട്ടിക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ആദ്യം വരുന്ന കുട്ടിയുടെ മൈൽ സ്റ്റോൺസ് ആണ്. 1 വയസ്സാകുമ്പോൾ 3 മാസം ആകുമ്പോൾ കുട്ടി കമന്ന് വീണിട്ടുണ്ടോ, കുട്ടി നീന്തിയിട്ടുണ്ടോ, ഇരുന്നിട്ടുണ്ടോ, നിന്നിട്ടുണ്ടോ, നടന്നിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ. 1 വയസ്സുള്ള ഡെവലപ്മെൻറ്റാണ്. 1 വയസ്സായ കുട്ടി ലോകാര്യം മുഴുവൻ വിളിച്ച് പറയണോ നല്ല പറയുന്നത്. നമ്മൾ അമ്മ പറഞ്ഞു കൊടുത്തു, പിന്നെ അച്ഛൻ, പിന്നെ പൂവ്, പിന്നെ പൂച്ച, പട്ടി, ഇങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. വെള്ളം, ദാഹം. അപ്പം എനിക്ക് ദാഹിക്കുന്നു പറയാം, ദാഹം എനിക്കെന്നായിരിക്കും കുട്ടി പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി എനിക്ക് ദാഹം എന്ന് പറഞ്ഞാൽ ദാഹം എനിക്കെന്ന് പറഞ്ഞാൽ പറ്റിയല്ല. കുട്ടി എനിക്ക് ദാഹിക്കുന്നു മനസ്സിലാക്കി, എനിക്ക് ഞാൻ എന്ന് വിട്ടിട്ട് എനിക്ക് എൻ്റേത് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം വെള്ളം കുടിക്കാനുള്ളതാണ്, അതെനിക്ക് വേണം. അപ്പം വെള്ളം വേണം എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ലാംഗ്വേജ് അങ്ങനെ ഡെവലപ്പ് ചെയ്തു. പിന്നെ കുറച്ച് പോലെ വലുതാകുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം, സെൻറ്റൻസ് പരിപൂർണമായി, ഗ്രാമറെല്ലാം ഉണ്ടായി, എല്ലാവിധ വേർഡ് കറക്റ്റായിട്ട് വേർഡ് ഉപയോഗിക്കും. അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിയുടെ ആദ്യത്തെ സ്റ്റേജിൽ കുട്ടി കമന്ന് വീഴുന്നു, നീന്തുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, സംസാരിക്കുന്നു. അപ്പം അത് ഇൻഫൻസി സ്റ്റേജിൽ നടക്കുന്ന സംഗതികളാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കെ കുട്ടികളുടെ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്റ്റേജസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി പീരീഡ്, ജെനിറ്റൽ സ്റ്റേജ്. എന്നുവെച്ചാൽ 1.5 വയസ്സ് വരെ കുട്ടികളുടെ താല്പര്യം, കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഓറൽ സ്റ്റേജാണ്. ദ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് പ്ലഷർ ബൈ സക്കിംഗ് ദ ബ്രസ്റ്റ് ഓഫ് ദ മദർ. മുലപ്പാൽ കുടിക്കുമ്പോഴാണ് കുട്ടിക്ക് സന്തോഷമുണ്ടാകുന്നത്. വളർച്ചയുടെ ആദ്യ ഭാഗം ഡെവലപ്മെന്റ് ഇൻഫൻസി സ്റ്റേജ്. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ മൈൽ സ്റ്റോൺസ് ആണ്. ഇത് ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. മൈൽ സ്റ്റോൺസ് പറയുമ്പോൾ കുട്ടി കമന്ന് വീഴുക, നീന്തുക, ഇരിക്കുക, നിൽക്കുക, നടക്കുക, ഇതൊക്കെ അതിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് പെടുന്നതാണ്. പക്ഷെ ഇപ്പോഴേ സാധാരണ ഇത് കുട്ടി ഉണ്ടാകുന്ന കുട്ടി ഓറൽ സ്റ്റേജ് 1 വയസ്സ് മുതൽ, ജനിച്ചത് മുതൽ 1.5 വയസ്സ് വരെ കുട്ടി മുലപ്പാൽ കുടിക്കുന്നു. Child is getting pleasure by sucking the breast of the mother. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി. Then the anal stage. The interest of the child is changing from the oral part to anal part. കുട്ടി ഇത് മാറി കുട്ടി ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ പഠിക്കുന്നു. Then phallic stage. Oral stage, anal stage, latency period. Phallic stage. Then phallic stage. ഫാലിക് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വലിയ വളർച്ചയൊന്നും കുട്ടികൾക്ക് ഉണ്ടാകില്ല. പക്ഷേ സ്ലോലി ദ ഡെവലപ്പിംഗ് ദ സെക്ഷൽ തോട്ട്സ്, സെക്ഷൽ ഡിഫറൻസിയേഷൻ. നമ്മൾ സെക്ഷൽ തോട്ട്സിനെക്കാട്ടും കൂടുതൽ സെക്ഷൽ ഡിഫറൻസിയേഷൻ, ഞാൻ ആണാണ് പെണ്ണാണ് എന്നുള്ള തീരുമാനം കുട്ടികൾ. എൻ്റേത്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കളിപ്പാട്ടം. സോ സ്ലോലി
കുട്ടി പഠിച്ച് വരികയാണ്. അത് കഴിഞ്ഞ് 6 വയസ്സ് മുതൽ 12 വയസ്സ്, ദർ ഇസ് നോ മച്ച് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ ചൈൽഡ്. വലിയ വ്യത്യാസങ്ങളൊന്നും കുട്ടികൾക്കുണ്ടാകും. പക്ഷെ സോഷ്യൽ ലേണിംഗ്, 6 വയസ്സായി കുട്ടി സ്കൂളിൽ പോയി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കുട്ടി സ്കൂളിൻ്റെ പേര് മുഴുവൻ, ടീച്ചറിൻ്റെ പേര് മുഴുവൻ, ഫ്രണ്ട്സിൻ്റെ പേര് മുഴുവൻ പറഞ്ഞു. കാരണം കുട്ടി ഡെവലപ്പ് ചെയ്യുക, കുട്ടി സോഷ്യലൈസേഷൻ തുടങ്ങി. ഇത് എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ ടീച്ചറാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ കളിപ്പാട്ടമാണ് എന്നിൽ നിന്ന് വിട്ടിട്ട് ഞാനടങ്ങുന്ന സമൂഹം, എനിക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ മൂത്തവരെ ബഹുമാനിക്കണം, റോഡിൻ്റെ വലത് സൈഡിൽ കൂടെ നടക്കാവുള്ളൂ, വണ്ടി വരുമ്പോൾ ഒതുങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞ മോറൽ വാല്യൂസൊക്കെ നമ്മൾ പഠിക്കുകയാണ്. 6 മുതൽ 12 വയസ്സ് വരെയാണ്, ടിൽ പ്യൂബർട്ടി സ്റ്റേജ്. പ്യൂബർട്ടി സ്റ്റേജ് കഴിയുമ്പോൾ അഡോളസൻസ് സ്റ്റേജിലേക്ക്, അഡൽട്ടിലേക്ക് തന്നു. അപ്പോൾ സോ ഫിസിക്കൽ ചേഞ്ചസ് ഹാപ്പനിങ്, ഫിസിക്കൽ ചേഞ്ചസ്, ശാരീരികമായ വ്യത്യാസം കുട്ടികൾക്കുണ്ടാകുന്നു. അവരുടെ സെക്ഷുവൽ തോട്ട്സ് മാറുന്നു. പെൺകുട്ടികൾക്ക് ശാരീരികമായ വളർച്ചകൾ ഉണ്ടാകുന്നു, ആൺകുട്ടികൾക്ക് മീശ ഉണ്ടാകുന്നു, ആഡംസ് ആപ്പിൾ ഉണ്ടാകുന്നു, മസിൽ ഉണ്ടാകുന്നു, സെക്ഷുവൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. സോ ഇത് ഫ്രോയിഡിൻ്റെ ചെയ്ത്. അപ്പം ഇതിനെ 3 കാലഘട്ടങ്ങളായിട്ടാണ്, 3 കാലഘട്ടങ്ങൾ. അത് ഒന്ന് 21 വയസ്സ് വരെ അഡോളസൻസ്. 21 വയസ്സ് കഴിഞ്ഞാൽ മാറി അവൻ്റെ ചിന്താഗതി കൊണ്ട്. പിന്നെ നമുക്ക് സെക്യൂരിറ്റി, സേഫ്റ്റി, ലവ്, കെയർ, അഫെക്ഷൻ, അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ എന്ന് വെച്ചാൽ പഠിച്ചു, ജോലി കിട്ടി, പിന്നെ കല്യാണം കഴിച്ചു, വീട് വെച്ചു, അല്ലെങ്കിൽ വീട് വെച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി. കുട്ടികളുടെ കാര്യം 40 വയസ്സ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് വ്യത്യാസം. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് പ്രായമായി, അവരെ കല്യാണം കഴിച്ചു കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അവിടെ പഠിപ്പിക്കണം ഒക്കെ പറഞ്ഞിട്ട് പോയി. ശാരീരികമായും മാനസികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ രീതിയിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് എ ലൈഫ് ലോങ്, ജീവിത അവസാനം വരെ നമുക്ക് വളർച്ച ഉണ്ടായി. വളർച്ച ശാരീരികമാകാം, മാനസികമാകാം, ശാരീരികവും മാനസികവുമാകാം. ദാറ്റ് ഇസ് കോൾഡ് ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്. മൾട്ടി ഡയമെൻഷനാണ്. ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, പൊക്കം മാത്രമല്ല, വണ്ണം മാത്രമല്ല, പല കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു, പല സംഗതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, സമൂഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കുന്നു, വീടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പം വിദ്യാഭ്യാസം നമ്മൾ നേടുന്നു. ഇതെല്ലാം മൾട്ടി ഡയമെൻഷനാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് ലൈഫ് ലോങ് ആണ്. സെക്കൻഡ് മൾട്ടി ഡയമെൻഷൻ. ഏതൊക്കെ ഡയമെൻഷൻ വേണമെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുണ്ടാകും, എക്കണോമിക്കലുണ്ടാകും, എഡ്യൂക്കേഷനായിട്ടുണ്ടാകണം, സോഷ്യലായിട്ടുണ്ടാകണം, ജനറലായിട്ടുണ്ടാകണം, എല്ലാം ഉണ്ടാകണം. സോ ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, മൾട്ടി ഡയറക്ഷണൽ. എല്ലാ സ്ഥലങ്ങളിലേക്കും മൾട്ടി ഫീൽഡാണ്, മൾട്ടി ഡയറക്ഷനാണ്. പല ഫീൽഡിലേക്കും നമ്മൾ പോകുന്നു. അല്ല, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇത് മാത്രം പഠിക്കും. ഞാൻ ഇവിടെ നിന്ന് സൈക്കോളജി പഠിച്ച് മാത്രം വരുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവന് പുതിയ പുതിയ മേഖലകൾ, പഠന മേഖലകൾ കണ്ടുപിടിക്കുന്നു, തൊഴിലവസരങ്ങൾ കണ്ടുപിടിക്കുന്നു. സോ ഇറ്റ്സ് കോൾഡ് മൾട്ടി ഡയറക്ഷണൽ. ഇസ് എ പ്ലാസ്റ്റിസിറ്റി മീൻസ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമറാണ്. സപ്പോസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഏജ് ഓഫ് 9, അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് സംഗതി വെച്ചിട്ട് അയാൾ അതിലേക്ക് വളരുക, നെഗറ്റീവാണ് അതിലേക്ക് വളരുക. അപ്പോൾ ഇത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ദെയർ എക്സ്പീരിയൻസ് ഫ്രം ദ ലൈഫ്. എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, സമൂഹത്തിലുണ്ടാകുന്ന നമുക്ക് അനുഭവങ്ങൾ, അത് വെച്ചിട്ട് ഇത് ക്ലേ പോലാണ്. നല്ല പോലെ ഉണ്ടാക്കിയ നല്ല രൂപങ്ങൾ ഉണ്ടാക്കാം, തച്ചുടച്ച് കളഞ്ഞാൽ തച്ചുടച്ച് പോകാം. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ക്ലേ കൊണ്ട് നമുക്ക് സുന്ദരിയായ ഒരു പെണ്ണിനെ ഉണ്ടാക്കാം. അതേ ക്ലേ കൊണ്ട് നമുക്ക് രാക്ഷസനെ ഉണ്ടാക്കാം. അതേ ക്ലേ വെച്ച് നമുക്കൊരു വീടുണ്ടാക്കാം. അതേ ക്ലേ വെച്ച് നമുക്കൊരു സിംബോളിക് ആയിട്ടൊരു കുളം ഉണ്ടാക്കി കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സോ ദ ഡെവലപ്മെന്റ് ഈസ് പ്ലാസ്റ്റിക്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ, ഇറ്റ് മേ വേരീസ്. മൾട്ടി ഡിസിപ്ലിനറി സൈക്കോളജി വേണം, എഡ്യൂക്കേഷൻ സൈക്കോളജി വേണം, മറ്റേ സോഷ്യൽ സൈക്കോളജി വേണം, സൊസൈറ്റി വേണം, ഇൻഡിവിജ്വൽ വേണം, സ്കൂളിൽ വേണം, പിയർ ഗ്രൂപ്പ്സ് വേണം. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. സ്പോർട്സ് വേണം,
we can include sports psychology. Then we need education. We can think about education psychology. Then we need to study something. That is all the sports. So education is multidisciplinary. പലതും ഉൾക്കൊള്ളുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. So development is lifelong. Development is contextual. That is normative influence and non-normative influence. സമൂഹത്തിനകത്തുണ്ടാകുന്ന നോർമൽ ആയിട്ടുള്ള നമ്മൾ ഡെവലപ്മെന്റിനുള്ള സാഹചര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള സാഹചര്യങ്ങൾ, മറ്റേ നോൺ നോർമേറ്റീവ് ഇൻഫ്ലുവൻസസ് എന്ന് പോലെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു, അത് ഒരാളുടെ ഡെവലപ്മെന്റിനെ എങ്ങനെ ബാധിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. സോ ഡെവലപ്മെന്റ് ഈസ് ലൈഫ് ലോങ്. ജനിച്ചന്ന് മുതൽ മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു രീതി മാത്രമല്ല, ശാരീരിക മാത്രമല്ല, മാനസികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, വൈകാരികമായിട്ട് ഇറ്റ് ഈസ് കോൾഡ് എ ലൈഫ് ലോങ് പ്രോസസ്. ഡെവലപ്മെന്റ് ഇസ് ലൈഫ് ലോങ്. മൾട്ടി ഡയമെൻഷണൽ. ഒരു ലെവലിലേക്ക് മാത്രമല്ല, മുകളിലേക്ക് മാത്രമല്ല, സൈഡിലേക്ക് മാത്രമല്ല, താഴോട്ട് മാത്രമല്ല, എല്ലാ സ്ഥലത്തും മൾട്ടി ഡയമെൻഷൻ, പല ഡയമെൻഷൻസാണ്, പല രീതിയിലേക്കാണ്, പല മേഖലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ. പല ഡയറക്ഷനോടുകൂടി, ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, മുമ്പ് പുറകോട്ട്, എടുത്തോട്ടെ. സോ വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ ആൾക്കാരെ നമ്മൾ ഉൾക്കൊള്ളുക, അവരൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഡെവലപ്മെന്റ് ഈസ് പ്ലാസ്റ്റിക്. ഡെവലപ്മെന്റ് മൾട്ടി ഡിസിപ്ലിനറി. ഒരു എണ്ണം കൊണ്ട് മാത്രം നമുക്ക് ഡെവലപ്മെന്റ് പഠിക്കാൻ പറ്റുക. ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. Development is contextual, normative and influence, and non-normative influence. Individual differences, very, very important. നേച്ചറും നമ്മൾ പഠിക്കുന്നത് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്ററി എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഹെറിഡിറ്ററി എന്ന് പറയുന്നത് പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും, എൻവയോൺമെന്റ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നേടുന്നതാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ റോൾ ഓഫ് ജനറ്റിക് ഇൻഹെറിറ്റൻസ്. സെക്കൻഡ് ഹെറിഡിറ്ററി ഫാക്ടർ, റോൾ ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഒരാളുടെ വളർച്ചയ്ക്ക് ഹെറിഡിറ്ററിയിൽ നമ്മൾ നോക്കുക, പാരമ്പര്യം, ജനറ്റിക്കൽ ഇൻഹെറിറ്റൻസും, ദെൻ എൻവയോൺമെന്റൽ. ഇത് രണ്ട് ഫാക്ടറാണ് ഒരാളുടെ ഡെവലപ്മെന്റിലേക്ക് വേണ്ടി നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് സാഹചര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് ഹെറിഡിറ്ററി. ഹെറിഡിറ്ററി എന്ന് പറയുന്നത് sperm and ovum is joining together. ഒരു സ്പേം വന്നു ഓവമായിട്ട് ചേർന്ന് സൈഗോട്ട് ഫോം ചെയ്യാം. അപ്പം ഇത് ഫോം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, there are 23 pairs of chromosome in an human being. 23 pairs of chromosome. 23 chromosome അല്ല, 23 pairs of chromosome ആണ് ഒരാളുടെ വളർച്ചയ്ക്ക് ഉള്ളത്. At 22 pairs of chromosome determine the genetic factors. 22 എന്ന് പറയുന്നത്, ക്രോമോസോം എന്ന് പറയുന്നത്, അത് ഒരാളുടെ പാരമ്പര്യമായിട്ടുള്ള സംഗതികൾ കൊണ്ടുവരുന്നതാണ്. ആദ്യം അയാളുടെ പൊക്കം, അയാളുടെ കളറ്, അയാളുടെ കണ്ണിൻ്റെ കളറ്, അയാളുടെ ഹെയറിൻ്റെ കളറ്, നടപ്പ്, ഇതെല്ലാം ഹെറിഡിറ്ററി ഫാക്ടറാണ്. അപ്പോൾ ജനറ്റിക്കൽ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ ജന്മം കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു. ജന്മം കൊണ്ടെന്ന് പറഞ്ഞാൽ 23 pairs of chromosome. എന്തെങ്കിലും അസുഖം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഇപ്പം വരുന്നുണ്ടെങ്കിൽ, അത് ആദ്യം ഡോക്ടേഴ്സ് ചോദിക്കുന്ന പാരമ്പര്യമാണോ. എക്സാമ്പിൾ, ഡയബറ്റീസ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കും
വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ? വീട്ടിലാർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ? നമ്മൾ പറയും വീട്ടിലാർക്കും ഡയബറ്റീസ്, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, എല്ലാവരും നമ്മൾ ചോദിക്കും. കാരണം ഇതൊക്കെ ജനറ്റിക്കൽ ഫാക്ടറാണ്. ഒരാളുടെ കളർ കണ്ടു കഴിഞ്ഞാൽ പറയും അമ്മയുടെ മുടിയാണ്. പെൺകുട്ടിയെ കണ്ടത് അമ്മയുടെ മുടിയാണ്, അമ്മയ്ക്ക് ഭയങ്കര മുടി ഉണ്ടായിരുന്നു, മുടി പോകുന്നു. അപ്പോൾ പറയും അച്ഛൻ്റെ സ്വഭാവമാണ്, അച്ഛന് മുടി പോകുന്നുണ്ട്, അല്ലെ മുടി പോയിട്ടുണ്ട്, അച്ഛൻ കഷ്ണിയാണ്. സോ ഇതൊക്കെയാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് വരിക. അപ്പം there are 23 pairs of chromosome. One chromosome determines the gender. ഒരു ക്രോമസോം ആണ് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുക. ദാറ്റ് ഇസ് കോൾഡ്, മെയിലിനകത്ത് XY-യും ഫീമെയിലിനകത്ത് XX ക്രോമസോമും ഉണ്ട്. ആദ്യം പറഞ്ഞത് there are 23 pairs of chromosome. 23 pairs of chromosome ആണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. 22 pairs of chromosome, 22 ക്രോമസോം അല്ലെ, 22 pairs of chromosome determine the gender. 23 pairs of chromosome ഉണ്ട്. അതിനകത്ത് 1 chromosome determine the gender. Other 22 pairs of chromosome carrying all the problems from the ancestors. ഇത് വ്യക്തമായിട്ട് പഠിക്കണം. ഇത് വളരെ നിർബന്ധമായിട്ടുള്ളതാണ്. ഇത് ഹെറിഡിറ്റി പറയുമ്പം എല്ലാവരും പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പോലും നമുക്ക് വളരെ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ പറയുമ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചിലർ എഴുതി വെക്കുന്നതാണ്, ചിരിക്കാൻ മാത്രമുണ്ട്. എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛന് ബെൻസ് കാറുണ്ടെങ്കിൽ നല്ലതാണ്, ഹെറിഡിറ്ററി ഫാക്ടറാണ്. അച്ഛന് സ്വത്തുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടറാണ്. അപ്പോൾ ഇപ്പോഴും ഹെറിഡിറ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 pairs of chromosome ഉണ്ടെന്നും അതിനകത്ത് ഓരോ പെയർ ഓഫ് ക്രോമോസോമാണ് നമ്മൾ ജെൻഡർ ഉണ്ടാക്കുന്നത്, നമ്മൾ ആണോ പെണ്ണോ തീരുമാനിക്കുന്നതും എന്നും പറഞ്ഞാൽ പലർക്കും മനസ്സിലാകാത്തത് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് എടുത്തു പറയുന്നത്. നേച്ചർ വേഴ്സസ് നച്ചർ എന്ന് പറഞ്ഞാലും, അതായത് നേച്ചർ എന്ന് വെച്ചാൽ ചുറ്റുപാട്, നർച്ചർ വളർത്തുക, അത് പറഞ്ഞാലും അത് ഹെറിഡിറ്ററി എൻവോൺമെന്റ് തന്നെയാണ്. ചുറ്റുപാടുകളും പാരമ്പര്യവും. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പം ആദ്യം എഴുതേണ്ട ഒരു കാര്യം, there are 23 pairs of chromosome in an human being and 1 chromosome determines the gender, that is called XX and XY. കാരണം ഒരു പുരുഷന് ഉപയോഗിക്കുന്നത് 2 തരത്തിലുള്ള ക്രോമസോം ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ക്രോമസോം. ഫീമെയിലിന്റെ കയ്യിൽ നിന്ന് XX, മെയിലിന്റെ കയ്യിൽ നിന്ന് XY, ഫീമെയിലിന്റെ കയ്യിൽ XX. സപ്പോസ് ദ X ഈസ് കമ്മിങ് ഫ്രം X, ഈ X എന്ന് പറയുന്നത് ABCDEFGHന്റെ X ക്രോമോസോമാണ്. X ഗുണം ആ ക്രോമോസോമാണ്. അപ്പം XXും XYയും ക്രോമോസോം ഉണ്ട്. Then Y from boy or the father, both together form a zygote. അപ്പം if it is XX, that is called girl, XY, it is called boy. അത് ആദ്യത്തെ ഏതാണ്. If 1 chromosome is excess, suppose instead of XY, suppose XXY, there is high chance of mental retardation. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. There are 23 pairs of chromosome in human body. 1 chromosome determines the gender, that is XX and XY. XX in female, XY in males. പലപ്പോഴും ഞാൻ ഇത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും പല സ്ഥലത്തും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും നമ്മൾ പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെണ്ണിന്റെ കുഴപ്പമാണെന്നും, ആണാണ് അതിനകത്ത് ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന വൈ ക്രോമോസോം ക്യാരി ചെയ്യുന്നത് ആർക്കും അറിയില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്.
പെൺകുട്ടികൾ മാത്രം ഉണ്ടായെന്ന് പറഞ്ഞ് ഭാര്യ ഉപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം റീസെൻ്റായി. അതുതന്നെയല്ല, പെൺകുട്ടികൾ മോശമാണെന്ന് ധരിക്കുന്ന ഒരു സമയം, പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹെറിഡിറ്റി ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. എക്സ് എന്ന് പറയുന്ന പുരുഷ ഹോർമോണും XY എന്ന് പറയുന്ന പുരുഷ ഹോർമോണും XX എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോണുമാണ്. ഇഫ് വൺ ക്രോമോസോം ഇസ് എക്സസ്, XY മതി, XXY ആയി എന്നിരിക്കട്ടെ, it's called profound mental retardation. There is a chance for mental retardation. Then the role of environmental factor. There are different types of environment. Environment എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കാണുന്ന സമൂഹത്തിൽ കാണുന്നത്, there are two types of environment, internal environment and external environment. ഹെറിഡിറ്ററി എൻവയോൺമെൻറ്റും പഠിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിക്കണം. നമ്പർ 1, ബോയ് ആൻഡ് ഗേൾ. സെക്കൻഡ് നമ്മൾ പഠിക്കുന്നത് അതിനകത്ത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ആദ്യം നോക്കുക, ആദ്യം ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, ദെൻ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ദർ ആർ ടു ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഒരിക്കൽ കൂടെ വ്യക്തമായിട്ട് പറയാം. ഹെറിഡിറ്ററി ഫാക്ടർ പഠിക്കുമ്പം നമ്മൾ രണ്ട് കാര്യം പഠിക്കും. ആദ്യം പഠിക്കുന്നത്, there are 23 pairs of chromosome in the human being. One chromosome determines the gender, that is called XY. XS is female. The male carries, ആണുങ്ങൾ XY ക്യാരി ചെയ്യുന്നു, പെണ്ണുങ്ങൾ XS മാത്രം ക്യാരി ചെയ്യും. എക്സും വൈയും ഫോം ചെയ്ത്, സൈഗോട്ട് ഫോം ചെയ്ത് രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സും വൈ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും. അപ്പം പാരമ്പര്യമായിട്ട് കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോയി കഴിക്കും. ആണാണോ പെണ്ണാണോ തീരുമാനിച്ചത്. Then the environmental factors. ചുറ്റുപാട്, there are two types of environment, internal and external environment. Internal environment എന്ന് പറയുന്നത് ആദ്യം, ഫസ്റ്റ് വൺ ഈസ് സ്പേം ബോയ് ഫെലോപ്പിയൻ കൊണ്ട് ട്രാവൽ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്ത് തിരിച്ച് യൂട്രസിലേക്ക് വരിക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഈ ഇപ്പോഴും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ വ്യത്യാസം അവർക്കറിയില്ല, അവർ എന്തെങ്കിലും എഴുതിയിട്ട് പോകും. ചുറ്റുപാടുകൾ എന്ന് പറയുന്നത്, there are two types of environment, internal and external environment. Internal environment divided into two, രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സെല്ലിനകത്തുണ്ടാകുന്നു. നമ്മൾ സ്പേം പോയി ഫെലോപ്പിയൻ ട്യൂബിൽ ട്രാവൽ ചെയ്ത് അവിടെ ചെന്നു, സൈഗോട്ടുമായിട്ട് കണ്ടു, അവരോട് മീറ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ദ ട്രാവലിംഗ് ടൈം എന്തെങ്കിലും സംഭവിച്ചു, സൈഗോട്ടിന് പ്രശ്നം ഉണ്ടാകും, സൈഗോട്ടിന് നിർബന്ധമില്ല. ഇനി എന്തെങ്കിലും സ്പേമിന് കുഴപ്പമുണ്ട്, ദാറ്റ് ഓൾസോ എഫക്ട്. അപ്പം ഇത് ട്രാവൽ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്ത് തിരിച്ച് ഫെലോപ്പിയൻ ട്യൂബിലൂടെ വന്നിട്ട് യൂട്രസിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. സപ്പോസ് സംതിങ് ഹാപ്പൻ ഇൻസൈഡ് ദി യൂട്രസ്. എല്ലാവരും വന്ന് ചോദിക്കുക, അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കുട്ടികളെ ബാധിക്കൂ. ഇത് ഗർഭപാത്രത്തിനകത്തായി. ആദ്യം ഫെലോപ്പിയൻ ട്യൂബിലൂടെ പോയി ഓവം ഫോം ചെയ്തു, സൈഗോട്ട് ഫോം ചെയ്തു, സൈഗോട്ട് വന്ന് ഗർഭപാത്രത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഇവിടെ എന്താ വേണ്ടത്? കംഫർട്ട് സോൺ. കുട്ടിക്കൊരു കംഫർട്ട് സോൺ, കുട്ടിക്ക് വളരാൻ വേണ്ടി നല്ലൊരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാകണം. ആ എൻവയോൺമെന്റ് ഗർഭപാത്രത്തിനകത്ത് വേറെ എൻവയോൺമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനകത്തുള്ള ഫ്ലൂയിഡ് കുറയുകയോ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ്, കുട്ടി വളരുന്നതനുസരിച്ച് യൂട്രസ് വലുതായിക്കൊണ്ടിരിക്കുക. 10 മാസം ആകുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തി കുട്ടി പുറത്ത് വരുന്നു, ദെൻ വയറുട്ടുന്നു. So this is called a second environment, internal environment. First one സൈഗോട്ട് ഫോം ചെയ്ത്, സെക്കൻഡ് യൂട്രസിനകത്ത് വളരുന്നു. യൂട്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കട്ടെ, ഫ്ലൂയിഡ് കുറവാണ്, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകും. ഫ്ലൂയിഡ് ഡെവലപ്പ് ചെയ്ത് ഫെലോപ്പിയൻ യൂട്രസ് ഡെവലപ്പ് ചെയ്ത് പ്രോപ്പർ ഡെവലപ്മെന്റ് കിട്ടിയിട്ടില്ല. Then next one is called
factors, external factors. Number one is the family. Some physical environment. Physical environment. ജനിച്ച കുട്ടി ഭൂമിയിലേക്ക് വീഴുന്നു. ഫിസിക്കൽ എൻവയോൺമെന്റ്. ആദ്യം കുട്ടി ചെയ്യുന്നത് എന്താ? ചൈൽഡ് വിൽ ക്രൈ. ചൈൽഡ് കരയാന്ന് വെച്ചാൽ വാവിട്ട് ഒച്ചത്തിരുന്ന് കരയുന്നതല്ല. വെൻ ദ ചൈൽഡ് ടച്ചസ് ദ വേൾഡ് ഹി ക്രൈസ്. അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. കുട്ടി കരഞ്ഞു. ഫസ്റ്റ് ഏതമ്മമാരും നോക്കുന്നത് കുട്ടി കരഞ്ഞു എന്നാണ് നോക്കുന്നത്. അപ്പം സെക്കൻഡ് എൻവയോൺമെന്റ് ആയി, കുട്ടി ഭൂമിയിലേക്ക് വന്നു. Then he is struggling with environmental changes, social changes, social norms, social regulations, physical changes, psychological changes, economical changes. ഇതെല്ലാം എൻവയോൺമെന്റിൽ പെടുന്നതാണ്. സോ റോൾ ഓഫ് എൻവയോൺമെന്റ്. അപ്പം ഇതിന് ഓരോ മോഡൽ, അതായത് നമ്മൾ എൻവയോൺമെന്റിൽ ഓരോ മോഡൽ നമ്മൾ വെച്ചിട്ടുണ്ട്. കേർട്ട് ലെവിൻ പറയുന്നതെന്ന് വെച്ചാൽ ഏത് കുട്ടി ജനിച്ചു കഴിഞ്ഞാലും അത് ഏത് സാഹചര്യത്തിൽ വളരുമോ ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സപ്പോസ് ദ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് പോസിറ്റീവ് സ്ട്രോങ്, ഇറ്റ് ഈസ് ഗുഡ്. ഇഫ് ദ ചൈൽഡ് ഈസ് ഹാവിംഗ് നെഗറ്റീവ് സ്ട്രോങ്, ദ പേഴ്സണാലിറ്റി. സോ ഫസ്റ്റ് വന്ന് എൻവയോൺമെന്റ് നമ്മൾ പറയുമ്പോൾ കേർട്ട് ലെവിൻ എന്ന് പറഞ്ഞാൽ കേർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കുട്ടി വളരുന്ന സാഹചര്യം ആ സാഹചര്യത്തിനെ അനുസരിച്ച് അവൻ്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസം വരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത്. ഹെറിഡിറ്റി ആദ്യം ഞാൻ പറഞ്ഞു. ഹെറിഡിറ്റി ആദ്യം പറഞ്ഞു ഇത്രയേ ഉള്ളൂ. 2 types of environment, external and internal environment. ഇന്റേണൽ എൻവയോൺമെന്റ് ആണ് അപ് ടു യൂട്രസിനകത്ത് വന്ന് യൂട്രസിന് ഡെവലപ്പ് ചെയ്ത് ഡെലിവറി ചെയ്യുന്നത്. ദെൻ എക്സ്റ്റേണൽ ആണ്. കേൾ ലെവിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ ചൈൽഡ് കമ്മിങ് ടു ദ സൊസൈറ്റിയിലേക്ക് വരുമ്പം അതിന് പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടണമെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തെ മോൾഡ് ചെയ്തുകൊണ്ട് വരും. സപ്പോസ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ചൈൽഡ്. ദെൻ ദുർഗാനന്ദ് സിൻഹാസ് എക്കോളജിക്കൽ മോഡൽ. So first one is upper and visual layer. നമ്മൾ കാണുന്ന upper and visual layer. The second one is called the surroundings and supporting layer. അപ്പം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഹെറിഡിറ്ററി എൻവയോൺമെന്റ് ആണ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമ്മൾ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ എൻവയോൺമെന്റ്, there are 2 types of environment, internal environment and external environment. ആ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒന്ന് സൈക്കോട്ട് ാണ്. അതിന്റെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എല്ലാം കഴിഞ്ഞു. പിന്നെ എൻവയോൺമെന്റ്, there are 2 types of environment, internal environment and external environment. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ഒന്ന് ഇൻട്രാസെല്ലുലർ ആൻഡ് ഇന്റർ യൂട്രസ്. ഒന്ന് യൂട്രസിനകത്തുള്ളത്, ഒന്ന് ട്യൂബിനകത്തുള്ളത്. കേർട്ട് ലെവിൻ സേസ് ദാറ്റ്, അദ്ദേഹത്തിൻ്റെ തിയറിയാണ്, ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ആൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ സോ he will think positively. Suppose it is something happened, we are thinking about negativity. ഒരു കുട്ടി വളച്ചു വരുമ്പം അവന് പോസിറ്റീവായിട്ട് സ്ട്രോക്ക് കിട്ടുന്ന പയ്യനാണെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അത് നല്ല നിലയ്ക്ക് വരും, നല്ല രീതിയിൽ വളർന്നു വരും. ഇറ്റ് ഈസ് നെഗറ്റീവ്, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ചൈൽഡ്. Then the surrounding and supporting layer. Surrounding and supporting layer. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്മെന്റിൽ കാര്യങ്ങൾ. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഒന്ന് പാരമ്പര്യം, ഒന്ന് ചുറ്റുപാടുകൾ. അപ്പർ ലെയർ ആൻഡ് വിസിബിൾ ലെയർ, അതായത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അപ്പർ ലെയർ എന്ന് പറയുന്നത് നമ്മൾ മോളിൽ കാണുന്നത്. ഒന്ന്
നിങ്ങൾ നോക്കിയോളൂ. റോൾ ഓഫ് എൻവോൺമെന്റ് ഒന്ന് കർഡ്വില്ലിങ്ങിൻ്റെയാണ്. പോസിറ്റീവായിട്ട് കിട്ടുന്ന കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് കിട്ടും. ദെൻ ദുർഗാനന്ദ് സിംഗ് ആൻഡ് എക്കോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത് അപ്പർ ഇൻവിസിബിൾ ലെയർ ആൻഡ് സറൗണ്ടിങ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ലെയർ വിശദമായിട്ട് എടുക്കുമ്പോൾ first one is the upper invisible layer. Is the first one is called the family. The most of the child spending, that is even the early childhood, ചെറുപ്പകാലങ്ങളിലെല്ലാം കുട്ടികൾ കൂടുതൽ സമയം ഫാമിലി ആയിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ it will affect the child. Then the peer groups. പിന്നെ ഒരു കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് അതിൻ്റെ പിയർ ഗ്രൂപ്പ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സുമായിട്ട് ചേരുക, കൂട്ടുകാരികൾ കൂടണം, നല്ല കൂട്ടുകെട്ടുകൾ ചൊല്ലണം. അതാണ് നമ്മൾ പറയുന്നത്. പണ്ട് പറയുമായിരുന്നു, ചെറുപ്പത്തിൽ പറയുമായിരുന്നു ഫാമിലി ഫസ്റ്റ് ആണ്. ഒരു കുട്ടിയുടെ സ്വഭാവം മോൾഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ദ ഫാമിലി. ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്, ഗ്രാൻഡ് പാരൻസ്, ഗ്രാൻഡ് മദർ, ബ്രദേഴ്സ്, അങ്കിൾസ്, ആൻസ്, ആൻറ്റീസ് എല്ലാം കൂടെ കൂടുന്നതാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ ബേസിക്കലി ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാമിലിയുടെ അപ്പർ പാർട്ട് മാത്രം, അച്ഛൻ, അമ്മ, കുട്ടികൾ. ദെൻ പിയർ ഗ്രൂപ്പ്, സെയിം ഗ്രൂപ്പിലുള്ള കുട്ടികൾ. നല്ല കൂട്ടുകാരികളല്ലെങ്കിൽ അത് ജീവിതത്തെ ബാധിക്കും. അതിനെ എപ്പോഴും നമ്മൾ പറയാറുള്ളത്, വെളുക്കും മുമ്പ് ഉണരണം, ഉറനാലിറ്റിരിക്കണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം, അച്ഛനെ കാണുമ്പോൾ അമ്മയെ തൊഴുതിയിടണം, അച്ഛനമ്മ കാണുന്ന ദൈവമാണെന്ന് നോക്കണം. ഇത് ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്. പിയർ ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കൂട്ടുകാരികൾ കൂടണം, നല്ല കൂട്ടുകെട്ടുകൾ ചൊല്ലണം. നല്ല കൂട്ടുകാര്, that is the second the part, upper visual layer is called the peer groups. അവനവൻ്റെ കൂട്ടത്തിൽ അവനവൻ്റെ പഠിക്കുന്ന ആൾക്കാരാണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ വെച്ചിരിക്കുന്നത്. ദെൻ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. കാരണം ടീച്ചേഴ്സിന് ഇമ്പോർട്ടൻ്റ് റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് സ്കൂൾ സൈക്കോളജിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് എടുക്കുന്നത് ഫാമിലി, ദ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ കൂടുതൽ സമയവും കുട്ടി സ്കൂളിലാണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പാരൻസിനെക്കാട്ടിലും കൂടുതൽ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സാകാം. കാരണം അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന സമയം വരെ, ഉദാഹരണത്തിന് അച്ഛനും അമ്മയും ജോലിക്ക് പോവുക, തിരിച്ചു വീട്ടിൽ വന്ന പിള്ളേരുണ്ട്. രാവിലെ ഒരു 5 മണിക്ക് കുട്ടികൾ കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ അച്ഛനും അമ്മയ്ക്ക് അവരുടെ ജോലി, കുട്ടികൾക്ക് അവരുടെ ജോലി, സ്കൂളിൽ പോകാൻ തയ്യാറാകുന്നു, സ്കൂളിലേക്ക് പോയി. പിന്നെ തിരിച്ച് അച്ഛനും അമ്മയും ഒരു 5 മണി 6 മണിക്ക് വരുന്നു. 5 മണിക്കായിട്ട് കുട്ടികൾ വീട്ടിലുണ്ടാകണമെന്ന് നിർബന്ധമില്ല, അവർ ട്യൂഷന് പോയിരിക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ടയർഡായി, ഡിന്നർ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പം ഇത്രയും സമയം, അതായത് കുട്ടികളുമായിട്ട് പാരൻസിന് ഉള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് 1-2 മണിക്കൂറാണ്. കാരണം ബാക്കിയുള്ള സമയം രണ്ടുപേരും രണ്ടിടത്താണ്. അല്ലാതെ വീട്ടിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയമായിരിക്കും. രാത്രി 10 മണിയായി, കുട്ടികൾ ഉറങ്ങും, വീട്ടുകാർ ഉറങ്ങും. ആൻഡ് മെയിൻ തിങ് ഇസ് ദാറ്റ് ഓൾ ദിസ് ടൈംസ് ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ സമയം കുട്ടിയായിട്ട് ചെലവഴിക്കുന്നത് ദാറ്റ് ഈസ് കോൾഡ് ദ ടീച്ചേഴ്സാണ്. അപ്പം എന്ത് ടീച്ചേഴ്സ്, ദെൻ ഇൻ്റർനെറ്റ് യൂസ്. പിന്നെ കുട്ടികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റർനെറ്റ് യൂസ് ആണ്. അപ്പം രണ്ട് ഇത് പറയാനായിട്ടാണ് ദുർഗാനന്ദ് സിൻഹ സൈക്കോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ അപ്പർ ആൻഡ് വിസിബിൾ ലെയർ, സെക്കൻഡ് സറൗണ്ടിങ് ആൻഡ് സപ്പോർട്ടിങ്. അപ്പർ ആൻഡ് വിസിബിൾ ലെയറിനകത്ത് ഫാമിലി, peer groups, teachers and internet. ഇതാണ് നമ്മൾ അപ്പർ ആൻഡ് വിസിബിൾ ലെയർ എന്ന് പറയുന്നത്. ദെൻ ദ സറൗണ്ടിങ്സ്, ദെൻ ജിയോഗ്രഫിക്കൽ ചേഞ്ചസ്, ജിയോഗ്രഫിക്കൽ ചുറ്റുപാടുകൾ. നമ്മൾ ഏരിയ, the child is living in a village,
ചൈൽഡ് ഈസ് സ്റ്റേയിങ് ഇൻ ദ മെട്രോപോളിറ്റൻ സിറ്റീസ്. ഏത് കാലഘട്ടത്തിലാണ്? തണുപ്പ് കൂടിയ മേഖലയിലാണ്, തണുപ്പ് കുറഞ്ഞ മേഖലയിലാണ്, അപകടം ഉണ്ടാകുന്ന മേഖലകളിലാണ്. സോ ജിയോഗ്രഫിക്കൽ. The next one is called physical environment. ശാരീരികമായ കുട്ടികളുടെ ഹെൽത്ത് വൈസ് ഉള്ള ഫിസിക്കൽ, ഇതിനകത്ത് നമുക്ക് സൈക്കോളജിക്കൽ എൻവയോൺമെന്റ് കൊണ്ട് നോക്കിയിടാം. Then we are saying about institutional. ഓരോ കാലഘട്ടം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ആയിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് മോഡലും ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ്, സ്കൂളുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മേജർ മറ്റേ ഈ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസം മാത്രമല്ല, മോറൽ വാല്യൂസ് വരും, അവരുടെ റിലീജിയൻ വരും, അവരുടെ കാസ്റ്റ് വരും. എവറിത്തിങ് ഈസ് കമ്മിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇത്രയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാനായിട്ട്. ഒന്നുകൂടെ നോക്കാം, ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. First one is issues and themes in the development of psychology. First one, nature. ഒന്ന് പാരമ്പര്യവും ചുറ്റുപാടുകളും. അതിൻ്റെ വളർച്ച എന്ന് കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ? ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളുടെ വളർച്ച ഉണ്ടാകുക, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്. കണ്ടിന്യൂസ് ഏജ് വൈസ് ഒക്കെ പോകുന്നതാണ്. സ്റ്റെബിലിറ്റി ആയിട്ട് ചേഞ്ചസ് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രീതിയിൽ വരുന്നു, എമോഷണലായിട്ട് വരുന്നു, ചുറ്റുപാടുകളുണ്ടാകുന്ന മാറ്റം വരുന്നു. സോ കുട്ടികളുടെ വളർച്ചയിൽ നേച്ചർ വേഴ്സസ് നേച്ചർ, ഹെറിഡിറ്ററി വേഴ്സസ് എൻവയോൺമെൻറ്റ് തന്നെയാണ്. ദെൻ കണ്ടിന്യൂസ് ഡിസ്കണ്ട്, ഒന്ന് തുടർച്ചയായി പോവുക, അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളിൽ എഡ്യൂക്കേഷനൊക്കെ നമ്മൾ പറയുന്നതൊക്കെയാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവൻ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ ശാരീരികമായ വളർച്ച മാത്രമല്ല, മാനസികമായ വളർച്ചയും കൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, പല ഡയമെൻഷൻസ് ഉണ്ട്, ഒരു രീതി മാത്രമല്ല. അതായത് നമ്മൾ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നീളം, പൊക്കം, വണ്ണം, ഡെപ്ത് എന്ന് പറയുന്ന പോലെ മൾട്ടി ഡയമെൻഷനാണ്. ഒരാളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ പല ലെവലുകളിലാണ്. വിദ്യാഭ്യാസപരമായിട്ട്, മാനസികമായിട്ടുള്ളത്, ശാരീരികമായിട്ടുള്ളത്, ചുറ്റുപാടുകളുമായിട്ട് ചേർന്നിട്ടുള്ള അതാണ് മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത്. ദെൻ മൾട്ടി ഡയറക്ഷനാണ്, പല രീതിയിലേക്കാണ്, ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടോട്ടൊക്കെ വരാം. കാരണം വിദ്യാഭ്യാസപരമായിട്ട് പോകുന്നു, ശാരീരികമായിട്ട് വളരുന്നു, മാനസികമായിട്ട് മറ്റു ഡയറക്ഷനാണ്. ഡെവലപ്മെൻറ്റ് ഈസ് പ്ലാസ്റ്റിക്, എന്ന് വെച്ചാൽ ഒരു ക്ലേ പോലാണ് മനുഷ്യൻ്റെ വളർച്ച. എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യുന്നു, അവനെപ്പോഴും പോസിറ്റീവായിട്ട് കിട്ടിയാൽ ദാറ്റ് ഈസ് കോൾഡ് ദ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്. ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി, സൈക്കോളജിക്കലാകാം, സോഷ്യോളജിക്കൽ ആകാം, സ്കൂളിലാകാം, ദാറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. Development is contextual, normative or influence, and non-normative influence. ഒന്ന് നമ്മൾ സമൂഹവും കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നത്, ഇത് മറ്റേത് നോൺ വിദ്യാഭ്യാസം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോൺ നോർമേറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മൾ പറയുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ദ ടു ഫാക്ടേഴ്സ്, രണ്ട് കാര്യങ്ങളാണ് ഈ വ്യക്തികളുടെ വ്യത്യാസത്തിന് ചെയ്യുന്നത്. ഒന്ന് ഹെറിഡിറ്റി, അതർ വൺ ഇസ് എൻവയോൺമെന്റ്. ഹെറിഡിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 23 pairs ഓഫ് ക്രോമോസോം, 23 തരത്തിലുള്ള ക്രോമോസോം ഉണ്ട്. 22 പെയർ ഓഫ് ക്രോമോസോം പാരമ്പര്യത്തെ കൊണ്ടിരുന്നു. ഒരു ക്രോമോസോം എക്സ് ആൻഡ് എക്സ് വൈ, അത് ആണും പെണ്ണും തിരിക്കുന്നു. എക്സ് ഈസ് ഫീമെയിൽ, എക്സ് വൈ ഈസ് മെയിൽ. ആണുങ്ങൾക്കാണ് എക്സ് വൈ ഉള്ളത്, പെണ്ണുങ്ങൾക്ക് എക്സ് എസ്. ഇപ്പം എക്സ് വൈ എന്ന കുട്ടി ഉണ്ടാകുമ്പോൾ ആണിൻ്റെ എടുക്കുന്ന വൈയും പെണ്ണിൻ്റെ എടുക്കുന്ന എക്സും അതാണും, പെണ്ണിൻ്റെ എടുക്കുന്ന എക്സും ഫീമെയിലിൽ നിന്ന് എക്സും മെയിലിൽ നിന്ന് എക്സും ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ലേഡി ആകും, പെൺകുട്ടിയാകുന്നു. ഇനി ഏതെങ്കിലും ഒരു ക്രോമോസോം കൂടി, എക്സാമ്പിൾ XXY ആണെങ്കിൽ ഹൈ ചാൻസ് ഓഫ് പ്രൊഫോർഡ് മെൻ്റൽ റിട്ടാർഡേഷനുള്ള സാധ്യതകളുണ്ടാകും. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഫെലോപ്പിയം ട്യൂബിലേക്ക് ട്രാവൽ ചെയ്ത് ഓവുമായിട്ട് ചെയ്യുന്ന സൈഗോട്ട് ഫോം ചെയ്ത് സെല്ലിനകത്ത് നടക്കുന്നത്, സെല്ലുലാർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് യൂട്രസ്, യൂട്രസിനകത്ത് നടക്കുന്ന ഡെവലപ്മെന്റ്. കേർട്ട് ലെവിൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവൻ്റെ ചുറ്റുപാടുകൾ, അവൻ്റെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പോസിറ്റീവും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം നെഗറ്റീവുമായിട്ടാണ്. ദുർഗാനന്ദ് സിൻഹ സൈക്കോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത് അപ്പർ ആൻഡ് വിഷ്വൽ ലെയർ എന്ന് പറഞ്ഞതും 2 ലെയറായിട്ട് തിരിക്കും. പിന്നെ സറൗണ്ടിങ്സ് ആൻഡ് സപ്പോർട്ടിങ് ലെയർ. ഇവിടെ അപ്പർ ആൻഡ് വിസിബിൾ ലെയറിനകത്ത് ഫാമിലി, ദെൻ പിയർ ഗ്രൂപ്പ്സ്,
ദെൻ ടീച്ചേഴ്സ്, ഇൻ്റർനെറ്റ് യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിസിബിൾ ലെയറിനകത്ത് പറയുന്നത്. അച്ഛൻ, അമ്മ, അവരാണ് ഞങ്ങൾ കുടുംബം. ദെൻ പിയർ ഗ്രൂപ്പ്സ്, ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ. ദെൻ ദി ടീച്ചേഴ്സ് ആൻഡ് ദ ഇൻ്റർനെറ്റ്. കാരണം ടീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഒരു അച്ഛനും അമ്മയെക്കാട്ടിലും കൂടുതലും കുട്ടികളുമായിട്ട് ചിലവഴിക്കുന്നത് ടീച്ചേഴ്സാണ്. ദെൻ സറൗണ്ടിങ്, ജിയോഗ്രഫിക്കൽ, എവിടെ വളരുന്നു, ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു കുട്ടി റൂറലിൽ വളരുന്നു, അർബനിൽ വളരുന്നു, വില്ലേജിൽ വളരുന്നു, മെട്രോപോളിറ്റൻ സിറ്റീസിൽ വളരുന്നുവോ, അമേരിക്കയിൽ വളരുന്നു, കേരളത്തിൽ വളരുന്നു, ജപ്പാനിൽ വളരുന്നു. ജിയോഗ്രഫിക്കൽ ഇറ്റ് ഈസ് സപ്പോർട്ടിങ് ആണ്. ദെൻ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ശാരീരികമായ എൻവയോൺമെൻറ്റ്, എന്നുവെച്ചാൽ ഫിസിക്കലായിട്ടുള്ള അവൻ്റെ എങ്ങനെ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലാണ്. അത് റിലീജിയൻ ആകാം, അത് അവൻ്റെ കൾച്ചർ വൈസ് ഉള്ള, അതിൻ്റെ മോറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, അതല്ലെങ്കിൽ അവൻ വളരുന്ന സൊസൈറ്റി ആകാം. ദാറ്റ്സ് കോൾഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിയാണ് സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവരെ സംബന്ധിച്ച് സ്കൂളിലെ കുട്ടികളുടെ പ്രശ്നങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിൻ്റെ. ഇതിനകത്ത് പല ഡിസിപ്ലിനിലുള്ള നമ്മൾ പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചാണ്. ആ വളർച്ച എന്ന് പറയുന്നത് അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയാണ് ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. അതിനകത്ത് അവൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ 2 ദിവസം കൊണ്ട് പഠിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടെ ഇതെല്ലാം വായിച്ചു നോക്കുക. ബാക്കി ക്ലാസ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. നമസ്കാരം.